അല്ല, ഇന്ന് ഇലക്ഷൻ ഇല്ലെന്ന് ആരെയും എങ്ങനെ മനസ്സിലായി? അങ്ങനെ പറയുന്നത് എന്താ പറഞ്ഞേ? പ്രിയപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകുക. പ്രിയപ്പെട്ട ആളുകളെ ആരെയും കൊണ്ടോളും. അങ്ങനെയല്ല, എന്നെ കൊണ്ടുപോകുക. ഈ പ്രാവശ്യം ഒരാളെ ഓർഡറിൽ പോയതല്ലേ. എല്ലാവരും വെച്ച് ഞങ്ങൾ 10, 300, 400, 500, 1000 ദിവസം ഇങ്ങനെ പാടാം. വേണ്ട, കൊണ്ടുപോയി. ശരി, ഇരിക്കും. നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം. ആരൊക്കെയാണുള്ളത്? അതിലാ ക്യാപ്റ്റനായി എവിക്ഷനിലാണ്. എന്താ തോന്നുന്നു? അറിയില്ല, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അങ്ങനെ എവിക്റ്റഡ് ആണെങ്കിൽ ആർക്ക് ഇത് കൊടുക്കാൻ സാധ്യതയുണ്ട്? ഒരു കാര്യം ചെയ്യാം, ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. ഇപ്രാവശ്യത്തെ എവിക്ഷൻ ആക്ടിവിറ്റി ഏരിയയിലോട്ട് നിങ്ങൾക്ക് പോവാം. നമുക്ക് ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് നമുക്ക് ഈ എവിക്ഷൻ കാണാം. ഗുഡ് ലക്ക്. എല്ലാവരും ബ്ലൈൻഡ് ഫോഴ്സ് ധരിക്കുക. മാർക്കിൽ നിന്ന ശേഷം ആദ്യ ബസ് കേൾക്കുമ്പോൾ പച്ചയും ചുവപ്പും നിറങ്ങളിലുള്ള പ്രകാശം നിങ്ങളുടെ മുഖത്ത് മിന്നി മറിയും. രണ്ടാമത്തെ ബസ് കേൾക്കുമ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ഫോഴ്സ് അഴിക്കേണ്ടതാണ്. ആ സമയം ആരുടെ മുഖത്താണ് പച്ചലൈറ്റ് പ്രകാശിച്ചു നിൽക്കുന്നത്, ആ വ്യക്തി എവിക്ഷനിൽ നിന്നും രക്ഷ നേടുന്നതാണ്. സേവ തിരികെ വീട്ടിലേക്ക് പോകും. Thank you, Big Boss. Thank you. നിവിൻ, സേവ തിരികെ പോകാം. ആദ്യം ഈ വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആരാണ്? അനുമോൾ. ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. ജിസേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? ആര്യൻ. ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരും. ഞാൻ എന്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, പ്രേക്ഷക വിധിക്കാത്ത ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന രീതിയിൽ എന്താണ് അവസാനമായി പരസ്പരം നിങ്ങൾക്ക് പറയാനുള്ളത്?
ആദ്യം ജിസേൽ, ആര്യൻ. എനിക്ക് ആകെ പറയാനുള്ളത് ഇത് അവസാനം ആവരുത്, വരുന്നില്ല പറയാൻ. Play well, win the show, and food ഒക്കെ നല്ലപോലെ കഴിക്കണം. Just take care of yourself. Rest, you know, I know you know. അനുമോൾക്കും ആദിലേക്കും എന്താണ് പരസ്പരം പറയാനുള്ളത്? എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ആൾപ്പാടെ 2 ഫ്രണ്ട്സേ ഉള്ളൂ അത്ര ഡീപ്പായിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നൂറേക്കാളും കുറച്ചും കൂടെ നല്ലൊരു ബോണ്ട് ഉണ്ടായത് അവരുടെ അടുത്താണ്. അതെപ്പോഴും ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും സ്നേഹമായിരിക്കും ഞാൻ തരാം. തിരിച്ചും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ലൈഫിലും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ആദ്യം നൂറുണ്ടാവും. ഞാൻ പോയാലും എന്തായാലും നീ നല്ലോണം കളിക്കണം, നൂറ് നല്ലോണം കളിക്കണം, എല്ലാവരും നല്ലോണം കളിക്കണം ബേസിക്കലി. പക്ഷെ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആര് പോയാലും വന്നാലും നമ്മളെല്ലാവരും നമുക്ക് പുറത്തൊരു ലൈഫുണ്ട്. നമ്മളെല്ലാവരും അവിടെ നിന്ന് നല്ല കോൺടാക്ട്സും നല്ല മെമ്മറീസ്, ഇതിനേക്കാൾ കൂടുതൽ ഇത്ര വഴക്കൊന്നും ഇല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മീറ്റ് ചെയ്യും. ഉറപ്പാ ബോണ്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും എന്ന് എനിക്കറിയാം. സോ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. ഇനി അവിടെയുള്ള ക്യൂ കാർഡ് എടുത്ത് ഇവർക്ക് നൽകാനുള്ള എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സ്നേഹ സന്ദേശം എഴുതി കവറിലിട്ട് അവർക്ക് കൈമാറുക. അതിനു മുമ്പ് ആദിലയും ജിസേലും വീണ്ടും ബ്ലൈൻഡ് ഫോഴ്സ് ധരിക്കുക. ഞാൻ ഒറ്റയ്ക്ക് വായിക്കുന്നത്. രണ്ടുപേർക്കും കത്തുകൾ കൈമാറാം. അതിനുശേഷം തിരികെ ലിവിംഗ് റൂമിൽ പോയിരിക്കുക. നിങ്ങൾ ഇപ്പോൾ തുറക്കരുത്. ബൈ. ആദില, ജിസേൽ, നിങ്ങളിൽ ഒരാൾ ഇലക്ഷനിൽ നിന്ന് മുക്തി നേടി തിരികെ ഈ ബിഗ് ബോസ് വീട്ടിൽ പ്രവേശിക്കും. മറ്റൊരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയാൻ പോവുകയാണ്. ബിഗ് ബോസ് നൂറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ബിഗ് ബോസ് പ്ലീസ്. ബിഗ് ബോസ് ഇത് ഫെയർ അല്ല കേട്ടോ. എന്താ ബിഗ് ബോസ്? ആക്ടിവിറ്റിയുടെ അപ്പുറത്തേക്കല്ലേ കൊണ്ടുവരുന്നത്? ഇനി കൺഫെഷൻ റൂം വഴി വരും. പിന്നെ അയാൾ കൺഫെഷൻ റൂം വഴി വരും. പക്ഷെ എങ്കിലും ബായ് പറയാതെ എങ്ങനെ പോവാ? ബായ് വരാനുള്ള അല്ല എങ്കിലും ഈ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെ? ശ്രദ്ധിക്കുക. ആര്യനും അനുമോളും പ്രധാന വാതിലിന്റെ അടുത്തേക്ക് വരിക. ബാക്കി എല്ലാവർക്കും വരാന്തയിൽ നിൽക്കാം. ആര്യൻ, അനുമോൾ, നിങ്ങളിൽ ഒരാളുടെ സുഹൃത്ത് ഇപ്പോൾ പ്രധാന വാതിൽ വഴി തിരികെ ഈ വീട്ടിൽ പ്രവേശിക്കും. മറ്റേയാൾ ശ്രീ മോഹൻലാലിന്റെ അടുത്തേക്ക് പോകും. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ ആടുന്നവരാരോ വീടുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ.
ജിസേല വിളിച്ചു. ഓരോരുത്തരും ബുദ്ധിമുട്ടി പോകും. എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രഡിക്റ്റബിൾ അല്ല. മാത്രമല്ല എക്സ്പെക്ട് ചെയ്യാൻ ഒരാൾ പോകും. പ്രാവശ്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഓരോരുത്തർ പോകും. കൂടെ അവിടെ വിടാം. കൂടെ ലാലിന് വന്ന വെയിറ്റ് ചെയ്യണം. വാ വാ വാ.